ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: വിനോദസഞ്ചാര മേഖലയിൽ ഏറ്റവും മികച്ച ആതിഥേയ മര്യാദകൾ പാലിക്കുന്നവരുടെ പട്ടികയിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയത് ഏത് സംസ്ഥാനമാണ്? കേരളമാണ്. അപ്പോൾ വിനോദസഞ്ചാര മേഖലയിൽ ഏറ്റവും മികച്ച ആതിഥേയ മര്യാദകൾ പാലിക്കുന്നവരുടെ പട്ടികയിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയത് കേരളമാണ്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായ സാഹിത്യ നിരൂപകനും അധ്യാപകനുമായിട്ടുള്ള വ്യക്തി ആരാണ്? പ്രൊഫസർ KP ശങ്കരനാണ്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായ സാഹിത്യ നിരൂപകനും അധ്യാപകനുമായ വ്യക്തിയാണ് പ്രൊഫസർ KP ശങ്കരൻ. അതിദരിദ്രരില്ലാത്ത ജില്ല എന്ന നേട്ടത്തിലേക്ക് ചുവടുവെക്കാൻ ഒരുങ്ങുന്നത് കൊല്ലമാണ്. അതിദരിദ്രരില്ലാത്ത ജില്ല എന്ന നേട്ടത്തിലേക്ക് ചുവടുവെക്കാൻ ഒരുങ്ങുന്ന കൊല്ലം ജില്ലയാണ്. രാജ്യത്ത് ആദ്യമായി കടൽ മണൽ ഖനനം ആരംഭിക്കുന്ന എവിടാണ്? കൊല്ലത്താണ്, തങ്കശ്ശേരിക്ക് സമീപമാണ്. രാജ്യത്ത് ആദ്യമായി കടൽ മണൽ ഖനനം ആരംഭിക്കുന്ന എവിടാണ്? കൊല്ലത്താണ്, തങ്കശ്ശേരിക്ക് സമീപം. അടുത്ത ക്വസ്റ്റ്യൻ: ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തിയെടുക്കുന്നതിനായി ഹെൽത്തി പ്ലേറ്റ് പദ്ധതിക്ക് തുടക്കമിട്ടത് എവിടാണ്? മലപ്പുറം ജില്ലാ ഭരണകൂടമാണ്. ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തിയെടുക്കുന്നതിനായി ഹെൽത്തി പ്ലേറ്റ് പദ്ധതിക്ക് തുടക്കമിട്ടത് മലപ്പുറം ജില്ലാ ഭരണകൂടമാണ്. ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസ് 8ാമത് എഡിഷൻ്റെ വേദി ഏതാണ്? മസ്കറ്റാണ്. അപ്പോൾ ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസ് 8ാമത് എഡിഷൻ വേദി മസ്കറ്റാണ്. 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗാനരചയിതാവാരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. അപ്പോൾ 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. സമൂഹത്തിൽ വളരെയേറെ വിവേചനം നേരിടുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനെ ചേർത്ത് പിടിക്കുന്ന ദേവിക വാര്യരുടെ പുസ്തകം ഏതാണ്? ഡമരു ആണ്. അപ്പം സമൂഹത്തിൽ വളരെയേറെ വിവേചനം നേരിടുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനെ ചേർത്ത് പിടിക്കുന്ന ദേവിക വാര്യരുടെ പുസ്തകമാണ് ഡമരു. 2025 വനിതാ കബഡി വേൾഡ് കപ്പ് വേദി എവിടെയാണ്? ബീഹാറിലാണ്. 2025 വനിതാ കബഡി വേൾഡ് കപ്പ് വേദി ബീഹാറാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.